നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് സ്റ്റാർട്ട് 10 എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ്റെ യൂസ് എന്നാണ് ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കോണിനെ വിളിക്കുകയാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതിപ്പം സോ ഗൈസ്, നമ്മുടെ ആപ്ലിക്കേഷൻ ഇതാണ്, സ്റ്റാർട്ട് 10 എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ യൂസ് എന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ വിൻഡോസിൻ്റെ മെനു ബാറിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഈ ഓൾറെഡി ഞാൻ ഡെസ്ക്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് 10 ആണ്, വിൻഡോസ് 10 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ വിൻഡോസ് 10 ആയതുകൊണ്ട് തന്നെ നമുക്ക് വിൻഡോസ് 10 ആണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി എളുപ്പത്തിൽ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ട്രിക്കുണ്ട്. അപ്പോൾ നമ്മൾ ഈ മെനു ബാർ ഞാനിപ്പോൾ വിൻഡോസ് 7 സ്റ്റൈലിലാക്കിയേക്കുവാണ്. അപ്പോൾ നേരെ നമ്മൾ മെനു ബാർ എടുക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേറൊരു ഓപ്ഷൻ കാണാം, വിൻഡോസ് 10 മെനു എന്ന് പറഞ്ഞ ഓപ്ഷൻ. വിൻഡോസ് 10 മെനുവിലോട്ട് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ തന്നെ സോഫ്റ്റ്വെയറിൻ്റെ മെനു ബാർ തന്നെ നമുക്ക് ഓപ്പൺ ആക്കി കിട്ടും. അപ്പോൾ നമുക്കിവിടെ വേറൊരു സ്റ്റൈലാക്കണം. വിൻഡോസ് 7 സ്റ്റൈൽ വേണ്ട എങ്കിൽ മോഡേൺ സ്റ്റൈലാക്കാൻ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സാധിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ മോഡൽ സ്റ്റൈലാക്കിയിട്ടുണ്ട്. അതല്ല നോർമൽ മോഡും അതെങ്കിൽ വിൻഡോസ് 10 സ്റ്റൈൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ വിൻഡോസ് 10 ആ ഒരു സ്റ്റൈലിൽ തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇവിടെ മോഡേൺ തീം എന്ന് പറഞ്ഞൊരിതുണ്ട്. മോഡേൺ തീം, അതുപോലെ മോഡേൺ തീം വിത്തൗട്ട് ഐക്കൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ഞാൻ ഇവിടെ ഓപ്ഷൻസ് ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ ഐക്കൺസ് ഒക്കെ ചേഞ്ച് ആവത്തൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചേഞ്ച് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ടോപ്പിലായിട്ട് നമ്മുടെ വിൻഡോസിൻ്റെ മെനു ഐക്കണിൻ്റെ ഡിസൈൻ വരെ നമുക്ക് മാറ്റാൻ പറ്റും. അതാണ് ഇവിടെ കിടക്കുന്നത്. വിൻഡോസ് 10 മെനു ഐക്കൺസ് വരെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഹാങ്കർ ബെൻസിന് ഇടാം, നമുക്ക് പഴയ വിൻഡോസ് 7 സ്റ്റൈലിലാക്കാം. ഏത് രീതിയിലുള്ള സ്റ്റൈൽസ് നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സൂപ്പർമാൻ വേണമെങ്കിൽ സൂപ്പർമാൻ. നിങ്ങൾക്ക് ഇതിനൊക്കെ ഐക്കൺ നിങ്ങൾ പ്രത്യേകം ഡൗൺലോഡ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഐക്കൺ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ ചേഞ്ച് ആയിക്കോളും. ഇനി നമുക്ക് അടുത്ത സെറ്റിങ്സിലോട്ട് പോകാം. നമുക്കിവിടെ കുറേ കാര്യങ്ങളുണ്ട്, ടെക്സ്റ്റും കാര്യങ്ങളും. നമ്മളിപ്പം ഈ ഒരു ടെക്സ്റ്റിനെ ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾസൊക്കെയാണ് ഇത്. ഇതിനു വേണ്ടിയാണ് നമ്മൾ ട്രാൻസ്പെറൻസിയും ഈ ഒരു ടെക്സ്റ്റ് ടൂളും നമുക്ക് ഉപയോഗിക്കുന്നത്. അത് ഇനേബിൾ ആണെങ്കിൽ നമ്മൾ ഈ ടിക്ക് മാർക്ക് അലോ ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ടെക്സ്റ്റും കാര്യങ്ങളും ഇനേബിൾ ആയി കിട്ടും. അതിപ്പോൾ ഞാനിവിടെ പിന്നെ അടുത്ത ഓപ്ഷനുണ്ട്. അപ്പം നമുക്ക് ഈ ഓപ്ഷൻസിലൊക്കെ കുറേ കാര്യങ്ങൾ കൊടുത്തേക്കുന്നതാണ്. ഇത് നമ്മൾ വലിയതായിട്ട് ചേഞ്ച് ഒന്നും വരുത്തേണ്ട കാര്യങ്ങളൊന്നുമില്ല. സാധാരണ പോലെ ഉള്ളൂ. ഷട്ട് ഡൗണും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് എവിടെയൊക്കെ സെറ്റ് ചെയ്യണം ആ ഒരു രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഇനി കൺട്രോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ സ്റ്റാർട്ട് 10 മെനു ബാർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ഏത് വേണേലും മാറ്റി കൊടുക്കാം. നമുക്ക് ഏത് ഓപ്ഷൻസ് വേണമെങ്കിലും മാറ്റി കൊടുത്ത് നമുക്ക് ഇടാൻ പറ്റും. അതിനാണ് അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുന്നത്. ഇനി ഡെസ്ക്ടോപ്പ് സെറ്റിങ്സ്, ഡെസ്ക്ടോപ്പിലെ ഈ ഒരു ഐക്കണിൻ്റെ ട്രാൻസ്പെറൻസി, നമുക്ക് ഈ ഒരു ട്രാൻസ്പെറൻസി നമുക്ക് കുറച്ചിടാം. അപ്പോൾ നമുക്കിത് കുറയ്ക്കുന്നതനുസരിച്ച് ഇവിടെ കണ്ടോ മേളിൽ അതിനനുസരിച്ച് കുറയുന്ന കാണാം. നമുക്ക് അതിനനുസരിച്ച് ഇങ്ങനെ കുറഞ്ഞു വരുന്ന കാണാം. ഫുള്ള് അങ്ങനെ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഫുൾ ആ ഐക്കൺസ് മാത്രമേ നമുക്ക് അവിടെ കാണത്തുള്ളൂ, മറ്റേ ഇത് കാണത്തില്ല. മറ്റേ ഫുള്ള് ഹൈഡായി കിടക്കും. അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ രണ്ടാമത് ടെക്സ്റ്റിൻ്റെ ഉണ്ട്. ടെക്സ്റ്റ് നമുക്ക് വേണമല്ലോ അതുപോലെ തന്നെ ഇത് ചെയ്തിടാം, ട്രാൻസ്പെറൻ്റ് ആയിട്ടിടാം. അപ്പോൾ നമുക്ക് നോ ടെക്സ്റ്റാണ്. ഞാനിവിടെ ടെക്സ്റ്റ് ഒന്നും കൊടുക്കാത്തതുകൊണ്ടാണ് ആ ഒരു ട്രാൻസ്പെറൻസി കിട്ടാതെ. അപ്പോൾ ഞാനത് കൊടുക്കുന്നില്ല, നോർമലി തന്നെ ഇടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ അത് പ്രത്യേകിച്ച് ഒരു ചേഞ്ച് ഉണ്ടാകുന്നത് ഈ ഒരു മെനു ഐക്കണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കൊടുക്കുന്നൊരു പിക്ചറുണ്ട്. ഇപ്പോൾ ആ ഒരു പിക്ചറാണിത്. ആ പിക്ചർ കൊടുത്താലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ്. ഇനി എബോട്ട് സെക്ഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇപ്പോൾ മെയിനായിട്ട് വരുന്ന എബോട്ട്. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റാർട്ട് 10 അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ നമ്മളിവിടെ ചെക്ക് ഫോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേറ്റും കാര്യങ്ങളും അറിയാൻ പറ്റും. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ ഡീആക്ടിവേറ്റ് ലൈസൻസ്, അതിൽ വിസിറ്റ് വെബ്സൈറ്റ്, അങ്ങനെ ഓപ്ഷനിലേ അത് വന്നിട്ടുള്ളൂ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സെറ്റിങ്സ്. ഈ ആപ്ലിക്കേഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിൻഡോസ് 11 എന്ന് പറഞ്ഞു ഒരു സ്കിൻ പാക്ക് കിട്ടും. ആ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി ഈ ഒരു ആപ്ലിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ അതിൽ എനിവേ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു ടെക്നോളജി വീഡിയോ കാണുന്നവരെ